ഗസയിൽ അവസാനത്തെ ക്രിസ്ത്യൻ ദേവാലയവും ഇസ്രായേൽ ബോംബെറിഞ്ഞ് തകർത്തു. മിസൈലിന്റെയും ബോംബിന്റെയും ആക്രമണത്താൽ തങ്ങളുടെ അവസാനത്തെ ദേവാലയം തകർന്നതായി കാത്തോലിക്ക ഗസ വിഭാഗം സ്ഥിരീകരിച്ചുകൊണ്ട് റിപ്പോർട്ടും പുറത്തുവിട്ടു. ലോകത്താകമാനം വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നടക്കുകയാണ്. ഗസ ആക്രമണത്തോടനുബന്ധിച്ച് ശേഷിക്കുന്ന ഏക ദേവാലയമാണ്, കാത്തോലിക്ക ദേവാലയമാണ് കഴിഞ്ഞ ദിവസം തകർന്നത്. അതിൽ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് 600ഓളം അഭയാർത്ഥികളുള്ള ഒരു ദേവാലയമാണ് ഈ പറയുന്ന ചർച്ച് എന്ന് പറയുന്നത്. അതിൽ 54ഓളം ഭിന്നശേഷിക്കാർക്ക് ആശുപത്രി നൽകുന്നതിന് സമാനമായിരിക്കുന്ന ചികിത്സാ രീതി ഈ ചർച്ചിൽ വെച്ച് നടന്നു വരുന്നു എന്നുള്ളതാണ്. ഇവിടെ 3 മരണം സ്ഥിരീകരിച്ചു, 10ഓളം പേർക്ക് ഗുരുതരമായിരിക്കുന്ന പരിക്കേറ്റവും സ്ഥിരീകരിച്ചു. എന്നാൽ മരണസംഖ്യയും പരിക്കേറ്റവരുടെ സംഖ്യയും കൂടാനാണ് സാധ്യത. പള്ളിയുടെ ഒരു ഭാഗം അങ്ങനെ തന്നെ ഒടിഞ്ഞു തൂങ്ങിയിരിക്കുന്നു. വലിയ ശക്തമായിരിക്കുന്ന സ്ഫോടനമാണ് നടന്നത്. സ്ഫോടനത്തിന്റെ ശബ്ദം 1 കിലോമീറ്റർ ചുറ്റുഭാഗത്ത് പോലും കേൾക്കാവുന്ന തരത്തിലാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് എന്നത് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം, ജൂത വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ചരിത്രപരമായിരിക്കുന്ന വസ്തുക്കളൊക്കെ നശിപ്പിക്കുക എന്നുള്ളത് അവരൊരു ആനന്ദം കണ്ടെത്തുന്നതാണ്. ഒരുപാട് മ്യൂസിയങ്ങൾ, വളരെ പ്രധാനമായിരിക്കുന്ന മ്യൂസിയങ്ങൾ, പ്രത്യേകിച്ച് പലസ്തീൻ്റെ ഭാഗങ്ങളിലൊക്കെ മ്യൂസിയം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ പതിറ്റാണ്ടുകൾ അല്ലെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് പഴക്കമുള്ള മ്യൂസിയങ്ങളായിരിക്കും. മ്യൂസിയങ്ങളിൽ സൂക്ഷിക്കപ്പെടുന്ന വസ്തുക്കളൊക്കെ ചരിത്രപരമായിരിക്കുന്ന വസ്തുക്കളായിരിക്കും. അതെല്ലാം തകർക്കുക എന്നുള്ളത്, അതായത് ചരിത്രത്തെ ഇല്ലാതാക്കുക എന്നുള്ളത് സാധാരണ ഇസ്രായേൽ ചെയ്യുന്നതാണ്. ചിത്രങ്ങളും വേദഗ്രന്ഥങ്ങളും ശേഷിപ്പുകളും മതഗ്രന്ഥങ്ങളും പൗരാണിക കാലത്ത് എഴുതപ്പെട്ട ഒരുപാട് വളരെ പ്രാധാന്യമുള്ള ചരിത്രരേഖകൾ എല്ലാം ഗസ യുദ്ധത്തോടു കൂടി നശിക്കപ്പെട്ടിട്ടുണ്ട്. 2000 വർഷമെങ്കിലും പഴക്കമുള്ള പള്ളിയാണ് ഇത്, ഈ ചർച്ചാണ് ഇത് എന്നാണ് ഇപ്പോൾ പറയുന്നത്. മാർപ്പാപ്പ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിൽ പ്രതിഷേധിച്ചു. ഇത്തരം ക്രൂരമായിരിക്കുന്ന പ്രവൃത്തികളിൽ നിന്ന് ഇസ്രായേൽ മാറി നിൽക്കണമെന്ന് പറഞ്ഞു. ഈ വിഷയത്തോടനുബന്ധിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രിയും ചർച്ച ചെയ്തിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട് എന്ന് പറയുകയും തങ്ങൾക്കത് പറ്റിപ്പോയതാണ്, മറ്റൊരു കേന്ദ്രമാണ് ലക്ഷ്യം വെച്ചത്, ലക്ഷ്യത്തിൽ ഉന്നം വെച്ചുകൊണ്ട് ഇവിടെ എത്തി എന്നും ഈ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി മറുപടി പറഞ്ഞായിരിക്കുന്ന വിവരം പുറത്തു വന്നു. പക്ഷേ യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ഗസ മേഖലയിൽ ഈ ജൂത വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു, ന്യൂനപക്ഷമാണെങ്കിൽ പോലും. ഈ ക്രിസ്ത്യൻ വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു, ന്യൂനപക്ഷമാണെങ്കിൽ പോലും. അതേപോലെ തന്നെ ജൂത വിഭാഗമുണ്ട്. യഥാർത്ഥത്തിൽ ഗസയിൽ ഇപ്പോഴും ജൂത വിഭാഗം ഉണ്ട് എന്നാണ് പറയുന്നത്. യുദ്ധത്തിന് മുൻപായിട്ട് അവിടെ ജൂതന്മാരുണ്ടായിരുന്നു, അവർക്ക് വീടുകളുണ്ടായിരുന്നു, അവർക്ക് ജോലികളുണ്ടായിരുന്നു, അങ്ങനെയാണ് ജീവിച്ചത്. ഒക്ടോബർ 7-ാം തീയതിയുള്ള അക്രമത്തോടനുബന്ധിച്ച് ജൂത വിഭാഗത്തിൽപ്പെട്ട പ്രധാനികളെയോ പ്രധാനപ്പെട്ടവരെയോ ഇസ്രായേലിലേക്ക് നാട് കടത്തപ്പെട്ടു. അതല്ലെങ്കിൽ ഇസ്രായേൽ സർക്കാർ അവർക്ക് രക്ഷപ്പെടാൻ വഴിയൊരുക്കി എന്നുള്ളതാണ്. ഈജിപ്തിൻ്റെ വാതിലിലൂടെ അവരങ്ങനെ രക്ഷപ്പെട്ടു പോയി എന്നാണ് പറയുന്നത്. അതിനുള്ള പ്രത്യേകമായിരിക്കും സൗകര്യ കാര്യങ്ങളൊക്കെ ഏർപ്പെടുത്തി. കാരണം യുദ്ധം വരാൻ പോവുകയാണ്, അതുകൊണ്ട് ജൂത വിഭാഗങ്ങൾ ഈ രാജ്യത്ത് തുടരാൻ വേണ്ടി പറ്റില്ല, അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന് പറഞ്ഞിട്ട് അവർക്ക് സ്വതന്ത്രമായ രീതിയിൽ പുറത്തോട്ട് ഇറങ്ങാനുള്ള വഴികളും മാർഗങ്ങളും ഉണ്ടാക്കി. അങ്ങനെ ആ ഇടനാഴിയിലൂടെ അവർ രക്ഷപ്പെട്ടു. ശേഷിക്കുന്ന ജൂതന്മാർ എത്ര ഉണ്ട് എന്ന് ഇപ്പോഴും വ്യക്തമല്ല, പക്ഷെ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യാനികളുടെ ദേവാലയം വളരെ പ്രധാനമായിരിക്കുന്ന 6ഓളം ദേവാലയങ്ങൾ ഉണ്ടായിരുന്നു ഗസയിൽ. അത് ഘട്ടം ഘട്ടമായി ഇസ്രായേൽ തകർത്തു. അങ്ങനെ ശേഷിക്കുന്ന ഒരേ ഒരു ദേവാലയമാണ് ഗസ കാത്തോലിക്ക ദേവാലയം. അതാണിപ്പോൾ തകർത്തിരിക്കുന്നത്. അതോടുകൂടി യുദ്ധം മറ്റൊരു ദിശയിലേക്കും മറ്റൊരു രീതിയിലേക്കും മാറുകയാണ്. ഈ യൂറോപ്യൻ രാജ്യങ്ങൾ ശക്തമായ രീതിയിൽ ഇതിന് പ്രതിഷേധിച്ചു എന്ന് മാത്രമല്ല, സാമ്പത്തിക ഉപരോധം അടിയന്തരമായി ഏർപ്പെടുത്തണമെന്നും വിശ്വാസത്തിന് നേരെയും വിശ്വാസികൾക്ക് നേരെയും വെടിവെക്കുന്ന പ്രവൃത്തികൾ നിർത്തിയിട്ടില്ലെങ്കിൽ ആയുധം നൽകുന്നത് 100% അപ്പാടെ നിർത്തിവെക്കുമെന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ ഇസ്രായേലിനെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്ന വിവരം വന്നു. ഗസക്ക് നേരെ ഇപ്പോഴും വെടിവെപ്പ് നടന്നിട്ടുണ്ട്. 10ഓളം ആളുകൾ ഇന്ന് മരണപ്പെട്ടിരിക്കുന്ന വിവരമാണ് വരുന്നത്. ഒരു സൈനികർ ഇതിനിടയിൽ കൊല്ലപ്പെട്ട വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. മാത്രമല്ല 3-ലധികം സൈനികർക്ക് പരിക്കേറ്റു. അതായത് ഏറ്റുമുട്ടലുകൾ ഇപ്പോൾ വടക്കൻ ഗസ കേന്ദ്രീകരിച്ചുകൊണ്ടും ഖാൻ യൂണിസിന്റെ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വലിയ ഏറ്റുമുട്ടൽ ഇപ്പോൾ നടക്കുന്നു. അപ്പോൾ ആഭ്യന്തര സംഘർഷം രൂക്ഷമായിരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് ഈ മേഖല ഇപ്പോഴും മാറിയിരിക്കുന്നു എന്നാണ് അന്താരാഷ്ട്ര മീഡിയകളൊക്കെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. അവർ പറയുന്ന കാര്യം, ഇസ്രായേൽ പറയുന്നത് ഒന്നും വിശ്വസിക്കാൻ വേണ്ടി പറ്റില്ല. അവർ പറയുന്നത് ഹമാസ് തീർന്നിരിക്കുന്നു, ഈ മേഖല ഞങ്ങളുടെ കൈവശത്തിലാണ്, ഞങ്ങളാണ് ഇവിടെ ഭരിക്കുക എന്നൊക്കെ പറയുക എന്നല്ലാതെ അതൊന്നും യഥാർത്ഥത്തിൽ നടപ്പാക്കാൻ വേണ്ടി സാധിക്കുകയില്ല, നടപ്പാക്കുന്ന കാര്യവുമല്ല. കാര്യം ഗ്രാമീണ മേഖലയിൽ നിന്നും നിലനിൽക്കാൻ പറ്റാത്തത് കൊണ്ട് ജൂത വിഭാഗങ്ങൾ കുടിയിറങ്ങുന്നതാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. എന്നാൽ
പല മേഖലകളിലും ഹമാസ് ഈ ഭരണം ആരംഭിച്ചിരിക്കുന്ന വിവരം പുറത്തു വരുന്നത്. സ്ഥിരമായിട്ടല്ലെങ്കിൽ പോലും ഘട്ടം ഘട്ടമായ രീതിയിലോ അല്ല വല്ലപ്പോഴും ഒക്കെ പ്രത്യക്ഷപ്പെടുന്ന രീതിയിലോ ചില മേഖല കാണാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഇപ്പോൾ സജീവമായിട്ട് നടക്കുന്നു. ഈജിപ്തിൽ നടക്കുന്നുണ്ട്, ഖത്തറിൽ നടക്കുന്നുണ്ട്. രണ്ട് വിഭാഗം ചേർന്നുകൊണ്ട് പല മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അത് നടക്കുന്നുണ്ട്. അതിൽ പ്രധാനമായിരിക്കുന്ന രണ്ട് വിഷയം, അതിൽ നിന്ന് മാറണം എന്നാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയോട് യൂറോപ്യൻ രാജ്യങ്ങൾ ആവശ്യപ്പെട്ടത്. കാരണം അവർ പറയുന്ന കാര്യം, ഇവിടെ നിന്ന് ഗസയിൽ നിന്ന് സൈനിക പിന്മാറ്റം ഉണ്ടാവണം എന്ന് വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട് ഹമാസ് പറഞ്ഞു. അതാണ് പ്രധാനമായിരിക്കുന്ന വിഷയം. അതിന് ഇസ്രായേൽ പറയുന്ന കാര്യം പൂർണ്ണമായിരിക്കുന്ന കീഴടങ്ങൽ ഹമാസിന്റെ ഭാഗത്തുനിന്ന് വേണം. ആയുധം വെച്ച് കീഴടങ്ങിയതിനു ശേഷം അവർ ഗസക്കകത്ത് ഹമാസ് ഇല്ല എന്ന് ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തുറന്നുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും. അപ്പൊ ചോദ്യം ഇങ്ങനെയാണ്, യൂറോപ്യൻ രാജ്യങ്ങളിൽപ്പെട്ട ഒരു പ്രതിനിധിയാണ് ചോദിച്ചത്, ആഫ്രിക്കയുടെ പ്രതിനിധി ഇതോടനുബന്ധിച്ച് തന്നെ ചോദിച്ചിട്ടുണ്ട്. അവരങ്ങോട്ട് കീഴടങ്ങി അവർ പിന്മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും ഗസയിൽ? അപ്പോൾ അവർ പറയും ഞങ്ങൾ ഭരിക്കുമെന്ന്. ഓൾറെഡി ഇപ്പൊ നിങ്ങൾ അവിടെ ഭരിക്കുന്നുണ്ടല്ലോ, പിന്നെന്തിനാണ് പിന്നെ ഭരിക്കൂ എന്ന് പറയുന്നത്? നിലവിൽ അവിടുത്തെ ഭരണവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് നിങ്ങൾ തന്നെയാണ്. ആ രാജ്യത്തിന്റെ അകത്ത് സർവ്വ മേഖലയും നിങ്ങളുടെ സൈനികർ സജീവമാണ്, നിങ്ങൾ അവിടെ ഭരണം നടത്തുന്നു. പിന്നീട് ഈ വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട കരാർ വ്യവസ്ഥ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അവിടെ തുടരുമെന്ന് പറഞ്ഞാൽ പിന്നെ അർത്ഥമൊന്നുമില്ലല്ലോ. ഗസ എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രദേശമല്ല, യഥാർത്ഥത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രദേശം, അതും കൂടി പലസ്തീനക്കാരതാണ്. അപ്പൊ അങ്ങനെ വലിയ രീതിയിൽ അഭിപ്രായ ഭിന്നതകൾ നിലനിൽക്കുന്നതിനാൽ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ രൂപം കിട്ടാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ശക്തമായിരിക്കുന്ന യുദ്ധം നടന്ന 12 ദിവസം, ഇസ്രായേലും ഇറാനും തമ്മിൽ നടന്ന 12 ദിവസം വളരെ പെട്ടെന്നാണ് സഡൻ ബ്രേക്ക് ഇട്ട് ആ യുദ്ധം അവസാനിപ്പിച്ചത്. യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി കാലങ്ങളോട് ചർച്ച ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അപ്രതീക്ഷിതമായ രീതിയിൽ വളരെ പെട്ടെന്ന് തന്നെ യുദ്ധം നിർത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇന്ത്യ പാകിസ്ഥാൻ തമ്മിൽ യുദ്ധം ഉണ്ടായ സമയത്ത് ആ യുദ്ധം ഒരു പക്ഷേ 6 മാസവും 1 വർഷവും നീണ്ടു നിൽക്കാൻ സാധ്യതയുണ്ട് എന്ന് അഭിപ്രായപ്പെട്ട ചാനലുകാരൊക്കെ നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട്. എന്നാൽ അപ്രതീക്ഷിതമായ രീതിയിൽ യുദ്ധം കഠിനവും വലിയ രീതിയിലുള്ള നാശം പാകിസ്ഥാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആ സമയത്ത് തന്നെ പെട്ടെന്ന് യുദ്ധം അവസാനിക്കുന്നത്. എന്ത് മറിമായമാണ് ഇതിൽ പ്രവർത്തിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് ലോകത്ത് ആർക്കും അറിയില്ല. പലസ്തീൻ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് പെട്ടെന്ന് സുപ്രഭാതത്തിലാണ് യുദ്ധം അവസാനിക്കുന്നത്. എന്താ അതിൽ പ്രവർത്തിച്ചത്? ഇത് ഇറാൻ പറഞ്ഞു ഞങ്ങളും അമേരിക്ക തമ്മിൽ ചർച്ച നടത്തിയിട്ടില്ല, ഇസ്രായേൽ പറഞ്ഞു ഞങ്ങളും അമേരിക്ക തമ്മിൽ ചർച്ച നടത്തിയിട്ടില്ല, അമേരിക്ക പ്രസിഡന്റ് പറഞ്ഞു യുദ്ധം അവസാനിച്ചിരിക്കുന്നു, വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു എന്ന് ഒരു പോസ്റ്റ് എക്സിൽ കുറിക്കുകയും ചെയ്തു, യുദ്ധം തീരുകയും ചെയ്തു. അപ്പൊ ചില യുദ്ധങ്ങൾ ഇങ്ങനെയാണ്, വളരെ പെട്ടെന്ന് അപ്രതീക്ഷിതമായ രീതിയിൽ യുദ്ധവിരാമം ഉണ്ടാവും എന്ന് പറയുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ലോകം തന്നെ അമ്പരന്നു പോകും. എന്നാൽ യുദ്ധം അവസാനിക്കാതെ വർഷങ്ങളോളം നീണ്ടു നിന്ന ഒരുപാട് ചരിത്രമല്ലേ, അതിന് ഒരുപാടൊന്നും നമ്മൾ പോകേണ്ട ആവശ്യമില്ല. ഉക്രൈൻ റഷ്യയുടെ യുദ്ധമായിട്ട് ബന്ധപ്പെട്ട് നോക്കിയാൽ മതി, 3 വർഷം കഴിഞ്ഞ് 4ാമത്തെ വർഷത്തിലേക്കാണ്. അപ്പൊ ഈ യുദ്ധത്തിന് എന്തെങ്കിലും പരിഹാരമുണ്ടോ? ഏതെല്ലാം തരത്തിലുള്ള ചർച്ചകൾ നടത്തി? സൗദി അറേബ്യ കേന്ദ്രീകരിച്ചുകൊണ്ട് ചർച്ച നടന്നു, തുർക്കി കേന്ദ്രീകരിച്ചുകൊണ്ട് ചർച്ച നടന്നു, ചൈന കേന്ദ്രീകരിച്ചുകൊണ്ട് ചർച്ച നടന്നു. ആരൊക്കെ ആയിട്ട് ഈ റഷ്യക്ക് ബന്ധമുള്ളോ ആ ബന്ധമുള്ളവരുമായിട്ടെല്ലാം ഉക്രൈൻ്റെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് പരിഹാരം ഉണ്ടാക്കുകയും ഞങ്ങളുടെ രാജ്യം മോചിപ്പിക്കാൻ വേണ്ടി ഞങ്ങളോടൊപ്പം നിൽക്കണം എന്ന് പറയുകയും ചെയ്തു. പരമാവധി രാജ്യമൊക്കെ അതിൽ ഇടപെട്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, പക്ഷേ എവിടെ എത്തിയിട്ടില്ല. അവൾ പറയുന്ന കാര്യം, ചില യുദ്ധങ്ങൾ അങ്ങനെ കാലങ്ങളായിട്ട് നീണ്ടുപോകും ഒരു പരിഹാരമില്ലാത്ത രീതിയിൽ. അതിന് നാശങ്ങളും നഷ്ടത്തിൻ്റെയും കണക്കുകൾ എഴുതാൻ പോലും പറ്റാത്ത വിധമുള്ള മരണങ്ങളൊക്കെ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്യും. നമ്മളിപ്പോൾ കേട്ടതിൻ്റെ അപ്പുറമാണ് യഥാർത്ഥത്തിൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് മനുഷ്യർ അനുഭവിക്കുന്ന കെടുതികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും രാജ്യത്തിനുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടങ്ങളും. അതെല്ലാം കൊണ്ട് പറയില്ല, അഭിമാനം പോകുമോ എന്ന് പേടിച്ചുകൊണ്ട് എല്ലാ കാര്യവും ഒരു ഭരണാധികാരികളും ഭരണകൂടം വിളിച്ച് പറയാറില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിൻ്റെ ഭാഗം തന്നെയാണ് നമ്മളിപ്പോൾ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത്. ഇപ്പോൾ പത്രത്തിലൊന്നും റിപ്പോർട്ട് പോലും ഉക്രൈൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല. പക്ഷേ അവിടെ സൈനികർ മരിക്കാത്ത, ജനങ്ങൾ മരിക്കാത്ത, നാശങ്ങളും നഷ്ടങ്ങളും ഇല്ലാത്ത ഒരു ദിവസം പോലും കടന്നു പോകുന്നില്ല എന്നുള്ളതാണ്. പലസ്തീൻ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഉണ്ടാകുന്ന സമയത്ത് അത് ഒരു മതപരമായിരിക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ടും ചരിത്രപരമായിരിക്കുന്ന ഒരു സംഭവങ്ങളുമാണ് യഥാർത്ഥത്തിൽ പലസ്തീൻ ഇസ്രായേൽ തമ്മിലുള്ള വിഷയം എന്നതിനാൽ വലിയ പ്രാധാന്യമുണ്ട്. തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെ പത്രത്തിൽ അതിനെക്കുറിച്ച് റിപ്പോർട്ട് വരാത്ത ദിവസങ്ങൾ വളരെ കുറവാണ്. നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറയുന്നത്, ഈ ക്രിസ്ത്യൻ ചർച്ചുകൾക്ക് നേരെ ആക്രമണം നടത്തി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ക്രിസ്ത്യൻ വിഭാഗത്തെ തന്നെ വല്ലാതെ ഞെട്ടിച്ചിരിക്കുന്ന കാര്യമാണ്. പല ഘട്ടങ്ങളിലും ഇസ്രായേൽ ജയിക്കണം,
ഇസ്രായേൽ അതിജീവിക്കണം, അവർ വിജയിക്കും എന്ന് പറയാൻ വേണ്ടിയിട്ട് പല പള്ളിയിലച്ചന്മാരും മുന്നോട്ട് വരാറുണ്ട്, പല ബിഷപ്പുമാരും അത് പറയാറുണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിൽ പ്രചാരണം നടത്തും. നിങ്ങൾ കാണാം, പലസ്തീൻ്റെ നാശം, ഇറാന്റെ നാശം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി അറബിൻ രാജ്യങ്ങളും വീയാൻ പോവുകയാണ്. അവിടെയൊക്കെ ഇസ്രായേലാണ് വിജയിക്കുക. ഇസ്രായേൽ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഈ ക്രിസ്തു മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ശത്രുത അവർക്കാണ്. അവരുടെ ദൈവപുത്രനെ കൊലപ്പെടുത്തിയത് ഈ പറയപ്പെട്ട ജൂത വിഭാഗമാണ്. എന്നാലോ അവർ വിജയിക്കണമെന്നാണ് ഇപ്പം പറയുന്നത്. അപ്പം പിന്നെ അവരുടെ മതവിശ്വാസമായിട്ട് അവർക്ക് എന്ത് ബന്ധമെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം പറയാൻ അവർക്ക് പോലും കഴിയില്ല. അവരുടെ ദൈവപുത്രനെ ഒറ്റ കൊടുത്തുകൊണ്ട് കുരിശ് തറച്ച് കൊന്ന ഒരു വിഭാഗമാണ്, ഒരു സമൂഹമാണ് ജൂത വിഭാഗം. ആ ജൂത വിഭാഗം സർവ്വമേഖലയിലും വിജയിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, യേശു ക്രിസ്തു അവരെ അനുഗ്രഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ചില ബിഷപ്പുമാരൊക്കെ മുന്നോട്ട് വരുന്ന സമയത്ത് ഇതെന്ത് മതം എന്ന് പോലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റ് പറയാൻ വേണ്ടി സാധിക്കില്ല. ഏതായിരുന്നാലും ഒരു കാര്യം ഉറപ്പാണ്, അതിജീവിക്കുക എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പ്രയാസമുള്ള കാര്യമാണ്. നാശത്തിന്റെ വക്കിലാണ്. അത് കെടാൻ പോകുന്ന സമയത്തുള്ള ഒരു ആളിക്കത്തൽ മാത്രമാണ് ഇപ്പം നിലനിൽക്കുന്നത്. ഇപ്പം ഏറെക്കുറെ ക്രിസ്തുമത വിശ്വാസികളും ക്രിസ്ത്യാനികളും ഇസ്രായേലിനെതിരെ തിരിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ആദ്യത്തെ പടി യൂറോപ്യൻ രാജ്യത്തിൽ ഉണ്ടാകുന്നു. ഇത്തരം കാര്യങ്ങൾ അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. ആയതിനാൽ തന്നെ പൂർണ്ണമായ രീതിയിൽ നിങ്ങൾക്ക് ആയുധം നൽകുന്നത് ഒഴിവാക്കാനും സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്താനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യമാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനമായിരിക്കുന്ന റിപ്പോർട്ട്.